വിശുദ്ധ സ്ഥലത്ത് അനാദാര റെസ്പെക്റ്റ് ഇല്ലാതെ ഉള്ള ബിഹേവിയർ ആരുടെ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കണ്ടിട്ട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞൊരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്: ദ പോപ്പ് ഫ്രാൻസിസ് ഹാസ് നോ തിയോളജിക്കൽ ട്രെയിനിങ് എന്നോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അൾട്രബോയായിട്ട് കുർബാനയ്ക്ക് നിൽക്കുമ്പോഴേ അവിടെ അമ്പലകണ്ടം പോളച്ചൻ്റെ മുൻഗാമിയായിട്ട് നിന്ന ഫ്രാൻസിസ് അച്ഛൻ ബോയ്സ് ഹോമിൽ 2008-2009 സമയത്ത്. ഓക്കെ, അപ്പോൾ ഫ്രാൻസിസ് അച്ഛൻ്റെ കൂടെ ഞാൻ അൾട്രബോയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം കൂദാശ ചെയ്യപ്പെട്ട വോസ്തി ഇരിക്കുന്ന കുസ്തോതി ഞാൻ കുർബാന സ്വീകരണം കഴിഞ്ഞ് ബാക്കോട്ടേക്ക് വലിക്കാൻ നീക്കി വെക്കാനായിട്ട് ശ്രമിച്ചു, നീക്കി വെച്ചു. എൻ്റെ നേരെ ഒരു നോട്ടം, ആര്? ഫ്രാൻസിസ് അച്ഛൻ. ആ നോട്ടത്തിൽ തന്നെ ഞാൻ പേടിച്ചു പോയി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് വളരെ സീരിയസ് ആയ മാറ്ററാണ്. ഇത് വളരെ പരിശുദ്ധിയോട് കൂടെ ഹാൻഡിൽ ചെയ്യേണ്ട ഒന്നാണ്. എന്ത്? കൂദാശ ചെയ്യപ്പെട്ട വോസ്തിയെ തൊടുകയും കൈകാര്യം ചെയ്യുക എന്നത് വളരെ പരിശുദ്ധമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ ഫ്രാൻസിസ് അച്ഛനിലൂടെ പഠിച്ചു. ഇന്ന് കുർബാന ചൊല്ലുന്ന വൈദികരിൽ എത്ര പേരാണ് കൂദാശ ചെയ്യപ്പെട്ട വോസ്തിയോടും വീഞ്ഞിനോടും ഭയവും ബഹുമാനവും, ശ്രദ്ധിക്കണേ, ഭയവും ബഹുമാനവും ഇല്ലാതെ ബിഹേവ് ചെയ്യുന്നത്? അത് കർത്താവിനോട് കാണിക്കുന്ന അവഗണനയല്ലേ? ഇതിൻ്റെ പ്രധാന കാരണം എന്താ? ഇതിൻ്റെ കാരണം കൗദാശിക ദൈവശാസ്ത്രത്തിൻ്റെ പ്രാക്ടിക്കൽ, അതായത് പ്രാക്ടിക്കൽ സാക്രമെൻ്റൽ തിയോളജി, ഇതിൻ്റെ ഫ്രൂട്ട്, ഇതിൻ്റെ ഫലം ഇത് പഠിച്ചവർക്ക് കിട്ടിയിട്ടില്ല എന്നതാണ്. ഇതിൻ്റെ ഫ്രൂട്ട്, ഇതിൻ്റെ ഫലം എന്ന് പറയുക ദൈവത്തോടുള്ള ഭയവും ബഹുമാനവുമാണ്. ഓക്കെ, അപ്പോൾ ദൈവത്തോടുള്ള ഭയവും ബഹുമാനവും ഉണ്ടാകണം. ചില വൈദികരൊക്കെ സക്രാരി തുറന്ന് വോസ്തി എടുക്കുന്നതേ ഇന്നലെ ഫ്രിഡ്ജിൽ ഇറച്ചി വെച്ചിരിക്കുന്നു, അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് ഭക്ഷണം എടുക്കുന്ന ലാഘവത്തോടെ ചില വൈദികരും സിസ്റ്റേഴ്സൊക്കെ സമൂഹം മുമ്പിൽ ഇല്ലാത്ത സമയത്ത് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഭയവും ബഹുമാനവും ഇല്ലാതെ. ഇതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്.